നാം ഒരു വിജ്ഞാന നൂതനത്വ സമൂഹമായി കേരളത്തെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നൊരു നടപടി ഇവിടെയുണ്ട്. അത് നിങ്ങളിൽ പലരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒട്ടേറെ പേര്, പുതിയ പഠനം പൂർത്തിയാക്കിയവർ, നേരത്തെ പഠിച്ച് ജോലിക്ക് പോകാതിരുന്നവർ, അങ്ങനെയെല്ലാമുള്ള പല ആൾക്കാരുമുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത പ്രായത്തിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം കാര്യത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം നൽകുന്നതിനുള്ള നടപടിയാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ നാം ഇപ്പോൾ നടപ്പാക്കുന്നത്. ആ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിവിധ തൊഴിലിന് ആളുകൾ വേണ്ടി വരും. ആ തൊഴിലിന് വേണ്ട പ്രത്യേക പരിശീലനം അതിവിടെ നൽകും. ആ പരിശീലനം നൽകിയ ആളുകളെ ഈ പറയുന്ന തൊഴിൽ ദാതാവുമായി ബന്ധപ്പെടുത്തി കൊടുക്കും. കാരണം ആദ്യം തൊഴിൽ ദാതാവുമായി ബന്ധപ്പെടും, എത്ര ആളുകളെ വേണമെന്ന് കാണും. ഈ നൈപുണ്യം സമ്പാദിച്ച ആളുകളെ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുക. അവർക്കിഷ്ടമുള്ള ആളുകളെ എടുക്കാം. ഇപ്പോൾ ഒരു 100 ആളെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 30 ആളെയാണ് വേണ്ടത്. ആ 30 ആളെ വേണ്ടെടുത്ത് ചിലപ്പോൾ 50 60 ആളെ നമ്മൾ ഈ നൈപുണ്യം കിട്ടിയവരെ അയക്കും. അവർ നോക്കി അവർക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ 30 ആളെ എടുക്കാം, തൃപ്തിപ്പെട്ടില്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഇക്കാര്യത്തിൽ വലിയ തോതിൽ നിങ്ങളിൽ പലർക്കും സഹായിക്കാൻ പറ്റും. ഒരു പ്രത്യേക സമ്മർദ്ദവും ഒരു തൊഴിൽദാതാവിൻ്റെ നേരെയുമില്ല. ആവശ്യമായ പരിശീലനം നൽകുക, ഇവർക്ക് തൊഴിൽ ലഭ്യമാകുക എന്നുള്ള താല്പര്യം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ തൊഴിലിന് അവരെ പ്രാപ്തരാക്കുന്നു. ഇപ്പോൾ വലിയ തോതിൽ തൊഴിൽ നൽകാൻ കഴിയുന്നുണ്ട്. നല്ല പ്രതികരണമാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്ന ആളുകൾ പലരും ഇപ്പം തന്നെ തൊഴിൽ ചേർന്ന് കഴിഞ്ഞു. നേരത്തെ പഠിച്ചു കഴിഞ്ഞ് തൊഴിൽ കിട്ടാത്തവരുണ്ട്. അത്തരം ആളുകൾക്കിപ്പോൾ പുതുതായിട്ട് പരിശീലനം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചില മേഖലയിൽ പ്രത്യേക കഴിവാർജിക്കാൻ പറ്റും. അപ്പം അതിന് ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏത് തരത്തിലുള്ള കഴിവാണോ വേണ്ടത് ആ കഴിവിനുള്ള പരിശീലനം കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് റിക്രൂട്ട് ചെയ്യാം, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും സഹായിക്കാൻ കഴിയും. അത് കേരളത്തിനൊരു സഹായമാവും, നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വലിയ സഹായമായി അത് മാറും എന്നതാണ് കാണേണ്ടത്.